ലോറി ഉടമ മുബീനെ കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നത്? അർജുന്റെ കുടുംബവും മനാഫും തമ്മിൽ മുട്ടൻ വഴക്കാണ്, സോഷ്യൽ മീഡിയ ഇഷ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാം. കാരണം ഇന്നലെ നമ്മൾ വ്യക്തമായിട്ട് അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്ത ഒരു വീഡിയോ ഇട്ടതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയായിട്ട് ഇന്ന് മനാഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ മുബീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ RC ഓണർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര് വന്നിട്ടുണ്ടായിരുന്നു, ഈ അർജുന്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുബീൻ ഇട്ടൊരു പോസ്റ്റ്, FB-യിൽ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ സകലയിടത്തും സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് ആളുകൾ തെറി പറഞ്ഞു, ഒരു ദൈവമില്ലാതെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ചു, അപമാനിച്ചു, ട്രോളുകൾ നിരത്തി. അനന്തരം അവർ അങ്ങനെ പലതും ആഘോഷിച്ചു. പലയിടങ്ങളിൽ അടുത്ത ഇരകളെ തേടിപ്പോയി. പക്ഷെ അന്നും ഇന്നും മഴയും വെയിലും വകവയ്ക്കാതെ ഇരവും പകലും പോയതുപോലും അറിയാതെ തുടർച്ചയായി തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അയാൾ തല്ലുകൊണ്ടു, തർക്കിച്ചു, നിലവിളിച്ചു. ഒടുവിൽ ചേതനേറ്റ ശരീരമെങ്കിലും അർജുന്റെ വീട്ടുകാർക്ക് ഒരു ഉത്തരം കിട്ടാനെങ്കിലും അയാളുടെ പോരാട്ടം കൂടി കാരണമാണ്. മനാഫ് ഒപ്പം ജിതിനും ഇടനെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. ഒപ്പം അർജുൻ, നിങ്ങൾക്ക് ആദരാഞ്ജലികൾ. ഇത് മുബീൻ അന്ന് നമ്മുടെ അർജുനെ കിട്ടിയ ദിവസം ഇട്ടൊരു പോസ്റ്റാണ്. അപ്പൊ ഈ മുബീൻ എന്ന് പറയുന്നത് ആരാണ്? മനാഫിന്റെ അനിയനാണ്, സ്വന്തം അനിയനാണ്. അവർ തമ്മിൽ ഒരു വിഷയമോ ഒരു പ്രശ്നങ്ങളോ ഇല്ല. അപ്പൊ അത് ഇന്നും കൂടി മനാഫ് വന്നിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ അത് എന്റെ അനിയനാണ്, അവർ തമ്മിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല എന്ന്. മാത്രമല്ല ഈശ്വർ മാൽപ്പയുടെയും അവരുടെ ടീമിന്റെ കൂടെയും മുബീൻ ഇട്ട ഒരു പോസ്റ്റർ ഇതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരാരും തമ്മിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളോ ഇല്ല. പക്ഷെ അർജുന്റെ ചേച്ചി വന്നിട്ട് ഫസ്റ്റ് എവിടെയാണ് ഇത് മനാഫ് അല്ല ലോറി ഉടമ, ഈ വ്യക്തിയാണ് എന്നും പറഞ്ഞിട്ട് ഈ മനാഫിന്റെ അനിയന്റെ പേര് പറയുന്നിടത്താണ് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആദ്യമേ തുടങ്ങിയത്. അടുത്തതായിട്ട് നമുക്ക് അഖിൽ മാരാർ കുറച്ചു മുൻപ് ഇട്ടൊരു പോസ്റ്റ് നോക്കാം. അതിൽ അഖിൽ മാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിയും തെറ്റും ചർച്ച ചെയ്യാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാ അപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല. മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ 72-ാം ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല. കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമയാകുമെന്ന ചിന്തയിലല്ല, ഉള്ളിലെ സത്യം സിനിമയിൽ സംഭവിച്ചതാണ്. മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല, അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ്. ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണമെന്നതാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക. മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു. പക്ഷെ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണ്. ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് ഒരു മനുഷ്യനാണ്. ഇതിൽ വ്യക്തമായിട്ട് തന്നെ അഖിൽ മാരാർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനോട് ഞാൻ 100% യോജിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് മനാഫ് ഇവിടെ ചെയ്ത തെറ്റ്? അല്ലെങ്കിൽ അത് മാത്രമല്ല, ഈ ഒരു കാലത്ത് ഒരാൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാതെ ഒരാളങ്ങനെ സഹായിക്കാതിരിക്കുന്ന ഒരു കാലത്ത് ഇയാള് സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് 72 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും അവിടെ കിടന്നുറങ്ങി അവിടെ തന്നെ 24 മണിക്കൂർ അവിടെ നിന്ന് അങ്ങനെ നിന്നൊരു മനുഷ്യനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മനാഫ് നേരത്തെ ഒരു പരിപാടിക്ക് പോയ സമയത്ത് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് മനാഫ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാദ്യം നമുക്ക് കേൾക്കാം. തിരിച്ച് ഒരു ജോലിക്കാരൊരു ആപത്ത് വരുമ്പോ നിൽക്കണം. അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്ത് പിന്നെ പറയാനാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചെയ്തതിന് നന്ദി പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ചെയ്യാം. നന്ദി പ്രതീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായിട്ട് ഞാൻ ചെയ്ത് അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ ഇതിന്റെ കൂടെയുള്ള ആളുകളെ ഇനി അടുത്തറിഞ്ഞ് 1 മണിക്കൂറിന്റെ കൂടെ ജീവിച്ചാൽ മതി. ഞാൻ ആരാണ്. അപ്പൊ വ്യക്തമായിട്ട് അതിന് ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് മനാഫ് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്, നന്ദി പ്രതീക്ഷിക്കരുത്. മുഖത്തടിച്ചതുപോലെ തന്നെ മനാഫ് പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടും കേരള ജനത ഒന്നടങ്കം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. നന്ദി എന്ന് പറയുന്ന സംഭവം
നിങ്ങൾ ഒരു കാര്യത്തിലും ഒരാളുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പൊ മനാഫിന് കിട്ടിയ ഈ തിരിച്ചടി എന്ന് പറയുന്നത്. അപ്പോ മനാഫ് ഒരു വാർത്താ സമ്മേളനവും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ ഇതിനുള്ള ഉത്തരങ്ങൾ എല്ലാം നൽകുന്നുണ്ട്. മുനീബ് കൂടിയിട്ട്, ഈ അനിയനായിട്ടുള്ള മുനീബ് കൂടിയിട്ട് നമ്മുടെ മനാഫിന്റെ കൂടെ വന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുൻപ് മനാഫ് കുറച്ചു മുൻപ് മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുത്തതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ലോറി ഉടമ മുബീന്, ഏച്ചി ഞാൻ എന്റെ വീടാ, ഞാൻ അവിടുത്തെ കുടുംബനാഥനാ. ഇനി അതിൽ മുബീൻ്റെതായി എന്റേതായി ഇവർക്കാണ് ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റമല്ലേ പെരുമാറിയത്. ലോറി ഉടമ എന്റെ അനിയൻ തന്നെയാണ്, അത് RC ഓണർ. എന്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവന്റെ പേരിലാണ്. വാഹന പ്രാന്തനാണ്, ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ. അങ്ങനത്തെ ആയിലിഞ്ഞിപ്പോ എന്താ നമ്മളെ കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നത്? എന്താ ആവശ്യമുള്ളത്? ഞാനും എന്റെ അനിയനും എന്റെ ഉമ്മ, നമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം. ദയവ് ചെയ്തിട്ട് അതിനെ ആരും എല്ലാരും കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്കുന്നത്? നമുക്കത് ആവില്ല. നമ്മൾ ഫുൾ ഞാൻ എന്റെ മെസ്സേജ് എന്താണ്? അപ്പോ ഇതിൽ മുബീനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമ്മുടെ മനാഫ് പറയുന്നുണ്ട്, എന്റെ സ്വന്തം അനിയനാണ്, അവര് തമ്മിൽ ഒരു ഇഷ്യൂസും ഇല്ലാതെ ആ വീട്ടിലെ എല്ലാ വണ്ടിയും മുബീന്റെ പേരിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ആളൊരു വണ്ടി പ്രാന്തനാണെന്ന് പലവട്ടം ഞാൻ അടക്കമുള്ള ആൾക്കാർ കേട്ടിട്ടുള്ളതാണ്. അതായത് മാധ്യമങ്ങൾക്ക് മുൻപിൽ മനാഫ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്റെ അനിയൻ ഭയങ്കര വണ്ടി പ്രാന്തനാണ്, അല്ലെങ്കിൽ ഒരു എന്തോ ഒരു സംഭവം കിട്ടിയ സമയത്താണെന്ന് തോന്നുന്നു, ഒരു ലോറിയുടെ എന്തോ ഒരു ബോർഡോ കാര്യങ്ങളോ കിട്ടിയ സമയത്ത് എങ്ങനെയാണ് പറയുന്നത്. മനാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ അനിയനെ പറ്റിയിട്ട് ഇങ്ങനെ വിവരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും. കാരണം മനാഫ് അനിയൻ വണ്ടിപ്രാന്തനാണ്, അതുകൊണ്ട് എനിക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാം, അനിയൻ അതിനെക്കുറിച്ച് ഇതാവുമ്പോൾ നമ്മളും അതിന്റെ വേഗത്തിൽ തന്നെ പോകലോ എന്നൊക്കെ പറഞ്ഞിട്ട് മനാഫ് ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് കുറെ പ്രാവശ്യം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവര് തമ്മിലൊന്നും ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഇല്ല. നിങ്ങളായിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാതിരുന്നാൽ മതി. മുബീനല്ല മനാഫാണ് ഓണർ എന്ന് പറഞ്ഞ് അവര് തമ്മിലൊന്നും ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഇല്ല. അവർ പറഞ്ഞ പോലെ അവർ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫാമിലി ആയിട്ട് പോകുന്നവരാണ്. ഏട്ടൻ അനിയൻ എന്ന് പറഞ്ഞിട്ട് അവർ നല്ല ഫ്രണ്ട്സിനെ പോലെ അത്രയും അടുത്തൊരു എന്താ പറയാ ആ ഒരു ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഇടയിൽ പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർ ആര് ഓണർ ആയാലും അവർക്ക് ഒരുപോലെ തന്നെ, ഏട്ടൻ അനിയനായാലും അവർക്ക് ഒരുപോലെ തന്നെയാണ്. ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് വന്ന് പറയും, ഇതുവരെ ആരും ഏൽപ്പിച്ച് നമ്മളെ ഇന്ന അങ്ങനെ മോശക്കാരനായി കാണില്ല. ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപ്പിച്ചക്കാരനല്ല എന്തായാലും. പ്ലീസ്, അത്രയൊന്നും ഇതായിട്ടില്ല. ഈ ഒരു മൊത്തം സംരംഭം 5 പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം 2 തലമുറക്കൊക്കെ ഉള്ള നമ്മളെ വാപ്പന ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഈ പൈസ പിരിച്ച കേസാണ് ചോദിക്കണത്. പൈസ പിരിച്ച കേസ് ചോദിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ എന്താ പറയേണ്ടത്, അങ്ങനെ പണം പിരിവ് നടത്തിയിട്ടൊന്നും ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഓൾറെഡി എന്റെ 2 തലമുറക്കുള്ളത് അവരുടെ ഉപ്പമാരായിട്ട് അതിന്റെ തലമുറയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. പൈസയുടെ ഇഷ്യൂ ഒന്നും മനാഫിനില്ല. ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട്, മനാഫ് ഒരിക്കലും പൈസ പിരിക്കില്ല. അപ്പൊ ഞാനൊരു സോഴ്സ് എന്ന് അറിഞ്ഞത് വെച്ചിട്ടും ഞാൻ അറിഞ്ഞൊരു കാര്യം, മനാഫ് അടക്കം അവരോട് എല്ലാവർക്കും പണം പിരിക്കാമെന്ന് പലരും പറഞ്ഞപ്പോഴും വേണ്ട, ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം കയ്യിൽ ഉള്ള പൈസ എടുത്തിട്ടാണ് പലർക്കും പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുള്ളത് മനാഫ്. അത് ഞാൻ അറിഞ്ഞ സോഴ്സ് അങ്ങനെയാണുള്ളത്. ഞാനും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോടും ഇതില് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ പിന്നെ പറഞ്ഞൊരു കാര്യമാണ് സെൻഡ് ഓഫ് കൊടുത്തു. ഞാൻ ഇന്നലെ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്, ഒരു ഫുഡ് വാങ്ങി കൊടുത്തിട്ടുണ്ടാവും, അത് സ്വാഭാവികമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യത്വപരമാണ്. അതിനെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് സെൻഡ് ഓഫ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനാഫ് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഒരു സെൻഡ് ഓഫ് നടത്തിയിരുന്നു. നിങ്ങളെല്ലാവരും ഈ മാധ്യമപ്രവർത്തകരിൽ പറയുമ്പോ ഇങ്ങൾക്കൊക്കെ അറിയാം, ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്ക് ഒരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ്. ഇപ്പൊ സെൻഡ് ഓഫ് എന്നുള്ള വിലക്കാക്കണേ. എനിക്ക് ഇവനക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവരൊക്കെ ഇതെപ്പോ ഞാൻ ഇവിടെ മുക്കത്ത് വന്നെന്തിനാ? എന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തില്, എന്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാർ അവിടേക്ക് ഒരു ലാഭേച്ഛ ഇല്ലാതെ വന്നിട്ട് അവര് നടത്തുന്ന ഒരു പരിപാടിക്ക്
അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ്. ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെ, ഞാൻ ഈ താഴെക്കടുള്ള ആളുകൾക്കാണ് എന്താക്കണത് പ്രാധാന്യം കൊടുക്കണത്. നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ്. അപ്പം നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ രേവന്ത് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും, മുഖ്യം റെസ്ക്യൂ ടീം ആയിക്കോട്ടെ, അങ്ങനെ നസ്ര, അങ്ങനെ പല ആൾക്കാരും, അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി, അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർ മൽപ്പ്, രഞ്ജിത് ഇസ്രായേൽ, ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട്, ഈ പ്രയത്നത്തിലുണ്ട്. ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല. ഞാൻ ഇവനക്ക് എൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ്. അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി, ഞാൻ അവനെ യാത്ര ആക്കുകയാണ്. അതിന് ഇംഗ്ലീഷിൽ പറയും സെൻഡ് ഓഫ്, അതിൻ്റെ മലയാളം വേർഡ് യാത്ര അയക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുപോയി. എന്നോട് അത് പറഞ്ഞതിന് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കണം ആ ഫാമിലിനോട്. ഞാൻ എൻ്റെ കടമ ചെയ്യുന്നത്, ഞാനത് ഏതൊരു വ്യക്തിനോടും ഞാൻ ചെയ്യും. എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ മൈക്കുകൾ എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന ജനങ്ങൾ എൻ്റെ കൂടെ ഉള്ളതും ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രം. വ്യക്തമായിട്ട് തന്നെ മനാഫ് പറയുന്നുണ്ട്. സെൻഡ് ഓഫിന്റെ കേസ് ഇന്നലെ ഞാൻ എടുത്തെടുത്ത് പറയുവാണ്. ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും ആർക്കെങ്കിലും, അതിന്റെ പേരിലായിരിക്കും ഈ സെൻഡ് ഓഫ് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അറിയാതെ. അതൊക്കെ എടുത്ത് കുത്തി പൊക്കി വരിക എന്നൊക്കെ പറയുന്നത് ആ മനസ്സ് നമ്മൾ നമിച്ചു കൊടുക്കണം എന്ന് തന്നെ പറയാം. അപ്പോ എന്തായാലും ഈ ഒരു ഇഷ്യൂ നമ്മൾ പറഞ്ഞു, സെൻഡ് ഓഫ് കൊടുത്തു, മറ്റേത് കൊടുത്തു, ഇതൊക്കെയാണ് ഇവർക്ക് ഇത്രയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെയാണ് ഇവർ പൊക്കി വലിയ വിഷയങ്ങളായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും പ്രസ് മീറ്റ് വിളിക്കും കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരുടെ പ്രസ് മീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അതിന് ആദ്യം ഒരു കാര്യം പറയാം. ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർജുനെ കിട്ടിയോട് കൂടിയാണല്ലോ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അർജുനെ കിട്ടുന്നതിന് മുമ്പ് യാതൊരു പ്രശ്നങ്ങളില്ലേനും ഇത് ആദ്യമായിട്ട് അർജുനെ കിട്ടി, അർജുനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിറ്റേ ദിവസം രാവിലെ 5 എന്താണ് ലോറി ഉടമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സംസാരം വന്നതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ലോറി ഉടമ മുബീനാണ്. അത് പറഞ്ഞത് എങ്ങനെയാണ്, മനാഫ് എന്ന് പറഞ്ഞ ആളല്ല ലോറി ഉടമ, ഒരു മുബീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മുബീൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ സഹായിച്ചത്. അങ്ങനെയൊക്കെ എന്തോ ഒരു വർത്താനം പറഞ്ഞു. ഞാനത് ആ സമയത്ത് അങ്ങനെ അവർക്കൊരു വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ അതേ സമയത്ത് അർജുന്റെ കൂടെ വരണമെന്നതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്താണ്, ഞാൻ അപ്പം തന്നെ പുറപ്പെട്ട്, ഞാനും നമ്മൾ ബ്രദേഴ്സ് എല്ലാവരും കൂടി പുറപ്പെട്ട് മുബീനെ അവിടെ നിർത്തി. മുബീനോ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ രാവിലെ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വന്നിട്ട് ഞാൻ ആ വിവാദം അത് കാര്യം തീർത്തത്. അപ്പൊ ഇതിൽ മനാഫ് പറയുന്ന ഒരു കാര്യമാണ്, ഈ മുബീന്റെ വിഷയം തന്നെയാണ് എടുത്തെടുത്ത് പറയുന്നത്. കാരണം ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഈ മുബീനും നമ്മുടെ മനാഫും തമ്മിൽ അവർ അത്രയും അടുത്ത നല്ല ബന്ധത്തിൽ കഴിയുന്ന 2 ആൾക്കാരാണ്. സ്വന്തം ഏട്ടനും അനിയനുമാണ്. അപ്പൊ അവര് RC ഓണർ മനാഫ് അല്ല എന്ന് എടുത്തിട്ട് പറയണ സമയത്ത് RC ഓണർ മനാഫ് അല്ല, അത് മുബീനാണ്, വേറൊരാളാണ്, വേറെ തന്നെ ഒരാളാണെന്ന് എടുത്തിട്ട് അഞ്ജു പറഞ്ഞതാണ് ഇത്രയും വലിയ വിഷയം ഉണ്ടായതും അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാക്കിയതും. അപ്പൊ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവര് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് പല കാര്യങ്ങളും അവര് തന്നെയാണ് വരുത്തി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു അഞ്ജു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഈ ഒരു വിഷയമാണ് ഇതിന്റെയൊക്കെ തുടക്കമായിട്ട് വന്നേക്കുന്നത്. മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മനാഫ് അല്ല മുബീനാണ് ഇതിനൊക്കെ മുൻപിൽ നിന്നത്, മുബീനാണ് ഇതിന്റെ ഓണർ എന്ന് എടുത്തു പറയുന്ന സമയത്ത് അവിടെ ആർക്കായാലും മനാഫിനെ ഒരു അവഹേളിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്യും. ഇത്രയും 72 ദിവസം ഇത് ഫോളോ അപ്പ് ചെയ്ത കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്ന സമയത്ത് അവരുടെ മുൻപിലേക്ക് വന്ന് ഇങ്ങനെ മനാഫിനെ തള്ളി പറയുന്ന സമയത്ത് അവർക്ക് സൈബർ അറ്റാക്ക് കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി, ആരാണ് ഇതിനൊക്കെ തുടക്കം ഇട്ടത് എന്ന്. അത് തന്നെയാണ് നമ്മുടെ മനാഫും പറയുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ കൂടി ക്ലിയർ ആവും. പിന്നീട് ഒരു ഫാമിലിക്ക് അതൊരു തൃപ്തികരമായ എന്റെ മറുപടി ആണെന്ന് തോന്നിയില്ല. ആ ബൈറ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി എടുത്തു നോക്കാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണേ അത് മുബിന്റെ വാരാണ്. പക്ഷെ അത് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കരുത്, ആരും ഇവർക്കെതിരെ ഒരു ബാഡ് കമന്റ്സ് ഇടരുത്, ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ്. പിന്നീട് അത് എന്തായെന്ന് പറഞ്ഞാൽ അവർക്ക് അതും തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് രാത്രി ഞാൻ വീണ്ടും പോയി ഒരുപാട് ചാനലുകാർ അന്ന് രാത്രി വീണ്ടും വിളിച്ചു വരുത്തി. ഞാൻ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു ഇത് മുബിന്റെ വാഹനമാണ്. ഇതിപ്പോ മുബിന്റെ വാഹനോ എന്റെ വാഹനോ അത് ഞമ്മക്കൊരു പ്രശ്നമല്ല.
നമ്മളെ ഓൻ്റെ അനിയനാണ്, എൻ്റെ മൊത്തം സ്വത്ത് എനിക്ക് എഴുതി കൊടുത്താലും ഒരു കുഴപ്പമില്ലാത്ത കേസല്ലേ. ഇതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇവര് തമ്മിൽ ഒരു അത്രയും സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അവർ തമ്മിൽ അത്രയും സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളാണെങ്കിലും നിൽക്കാതിരിക്കുക. കാരണം അവർ തന്നെ പറയണേ, എന്തിനാണ് നമ്മളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ നിൽക്കുന്നത്? അവർ തമ്മിൽ ഒരു ഇഷ്യൂസും ഇല്ല. അവർ തമ്മിൽ അതുകൊണ്ട് തന്നെയാണ് മുബീനും മനാഫും ഒരുമിച്ച് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് സെയിം കാര്യം തന്നെയാണ്. അവർ തമ്മിൽ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല. ഇതിനൊക്കെ തുടക്കം ഇട്ടത് ആ ഒരു വ്യക്തി അങ്ങനെ പറയേണ്ടായിരുന്നു. മുബീനാണ് ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മുബീനാണ് മനാഫല്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു തള്ളിപ്പറയിലാണ് അവിടെ ഉണ്ടായത്. അപ്പൊ അത് വേണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ അവർക്ക് സൈബർ അറ്റാക്ക് കിട്ടൂലായിരുന്നു. പിന്നെ ഒരു 2000 രൂപ ഞാൻ കൊടുത്തു എന്നുള്ള, അത് ഞാൻ കൊടുത്തു എന്തോന്ന് അവൻ പറഞ്ഞതാണ് അടുത്തൊരു അലിഗേഷന്. അതായത് നമ്മളൊരു ആത്മീയ നേതാവ്, നമുക്കൊരു ആത്മീയ ഗുരു എൻ്റെ വീട്ടിൽ വന്ന് അർജുൻ്റെ വീടൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ ഒരു ഉസ്താദിനെ ഞാൻ എന്താക്കി ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരൊരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ്. ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല കൊടുത്തത്. അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രേ ഉള്ളൂ, അതിന് കണ്ടാൽ മതി. നമ്മളൊരു പ്രായമുള്ള ആളുകൾ, നമുക്കൊരു ഉസ്താദാണ്, ഓർക്കൊരു അപ്പൂപ്പനായിട്ട് കണ്ടാൽ മതി. ആ അപ്പൂപ്പന് മോൻക്ക് ഒരു പോക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അത് നമ്മളെ കോഴിക്കോട് മലബാറിൻ്റെ ഒരു ഇതാണ്, ആ ഒരു മാമൂല. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനൊന്നും ഇത്ര ഇതാവേണ്ട ആവശ്യമില്ല. അപ്പോ ഇവരുടെ കൂടെ ഉണ്ടായ ആ ഒരു ഇതൊക്കെ മതപരമായിട്ടാണ് സത്യം പറഞ്ഞാൽ എടുത്തേക്കുന്നത്. പലരും പറയുന്നുണ്ട് ജിതിൻ ഒരു പ്രത്യേക പാർട്ടിയിലുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളായത് കൊണ്ടാണ് ഇതൊന്നും, ഒരു മനാഫ് മുസ്ലിം ആയതുകൊണ്ട് തന്നെ ആ ഒരു മതപരമായിട്ടുള്ള കാര്യത്തിലാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ജിതിനാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് പല ചാനലുകളിലും ഞാൻ പറയുന്നതായിട്ട് കണ്ടു. ഇനി എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണ് ഇത്രയും വലിയ പ്രശ്നം, 2000 രൂപ കൊടുത്തതൊക്കെ വലിയ പ്രശ്നമാക്കിയിട്ട് എടുക്കണമെന്നോ അറിയില്ല. ഇപ്പൊ ഇവർ പറഞ്ഞതുപോലെ മലബാർ ഏരിയകളിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ ഒരു വയസ്സായ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിലും അവർ നമുക്കൊരു 10 20 രൂപയോ അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ വെറുതെ എന്താ പറയാ തരുന്നതൊക്കെ സാധാരണയല്ലേ, സാധാരണയുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ എടുത്തിട്ട് പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ആ രീതിയിൽ കണ്ടാൽ പോരെ. അതാണ് ഇവർ പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങളാക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ശരിക്കും പറഞ്ഞാലില്ല. ഒരു വീഡിയോ എടുത്ത് അതായത് അവര് ഞാൻ അറിയില്ല. അല്ല അതൊക്കെ ആര് ചെയ്തു എന്നുള്ളത് അന്വേഷിച്ചോളി. ഞാൻ എന്തായാലും ഒന്നും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എത്ര എന്തൊക്കെ പ്രചരിപ്പിച്ചിക്കണി. അപ്പൊ അങ്ങനെ ഇത് മാത്രം ഒരു ഫോക്കസ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഭയങ്കര ഇത് പോണത് വേറെ ഏതോ റൂട്ടിലേക്കാണെന്നുള്ളതിനോടാണ് നമ്മളെ ഫാമിലി ഇവിടെ കൂടിയത്. ഇതൊരു വേറെ റൂട്ടിലേക്ക് പോണത് ഇത് അവസാനിപ്പിക്കണം. അതായത് നിങ്ങൾ ഇതിനെ എന്താണ് അത് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഉസ്താദ് അവരെ വീട്ടിൽ പോയതിനെ നിങ്ങൾ എന്താക്കരുത്. ഇത് അതും നമ്മളെ ഫാമിലിയാണ്, ഈ പിന്നിലുള്ളതും നമ്മളെ ഫാമിലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതില് വ്യക്തമായിട്ട് മനാഫ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങള് സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് അവസാനമായിട്ട് ചോദിക്കുന്നത്. സൈബർ അറ്റാക്കിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ആൾക്കാർ ഏറ്റെടുത്തൊരു വിഷയം, ഇത്രയും വലിയ രീതിയിൽ എല്ലാവരുടെ മനസ്സിലും എല്ലാവരും ഒരുപോലെ കരഞ്ഞൊരു വിഷയം, അത്രയും എന്താ പറയാ കേരളക്കര മൊത്തത്തിൽ കരഞ്ഞൊരു വിഷയമാണ് അർജുന്റെ വിഷയം. അപ്പോ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ആളെ പോലെ കണ്ട ഒരാളാണ് അർജുൻ. അപ്പോ അർജുന്റെ ഫാമിലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു വികാരങ്ങളുണ്ടാവും. അതായത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ഒരേപോലെ ആയിരിക്കും. നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വീട്ടിലുള്ള ഒരാൾ മരിച്ചിട്ട് അതിന്റെ ചിത ഇതാക്കി ഒരു ദിവസം 2 ദിവസം കഴിയുന്നതിന് മുൻപ് ഒരു പത്രസമ്മേളനം വിളിച്ച് എല്ലാവരെയും കൂട്ടിയിരുത്തിയിട്ട് ഇതിനു വേണ്ടി സഹായിച്ച ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ അവർ കംപ്ലൈന്റ് ചെയ്യുവാണ്, അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഒരു മനസ്ഥിതി എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് മനാഫിന് എത്രത്തോളം സപ്പോർട്ട്. മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളക്കര കൊടുക്കുന്ന സപ്പോർട്ടിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് മണിക്കൂറുകൾക്കുള്ളിൽ മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത്. 10,000 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ചെറിയ വ്യൂസും കാര്യങ്ങളും മാത്രം ഉണ്ടായിരുന്ന വീഡിയോസിന് ഇപ്പം 1 ലക്ഷം 2 ലക്ഷം വ്യൂസ്. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ഞാൻ എടുത്തു നോക്കിയത് 2.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ്. രാവിലെ എടുത്തു നോക്കുമ്പോൾ 1.5 ലക്ഷം സബ്സ്ക്രൈബർ വെറും 10,000-ൽ നിന്ന ചാനലായിരുന്നു.
അപ്പോ ഇവര് കാരണം ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. കാരണം മനാഫ് എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ സെലിബ്രിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം 2.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണ് മനാഫിന് കിട്ടിയത്. അതൊന്നും അനക്കാതെ വെച്ചിരുന്നൊരു ചാനല്. അപ്പോ ഈ ഒരു അർജുന്റെ ഈ വിയോഗത്തിന് ശേഷമാണെങ്കിലും മനാഫ് ഒരു വീഡിയോ പോലും അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇട്ട വീഡിയോസിനെല്ലാം ഇപ്പം കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യൂസ് ആണെങ്കിലും ആ ചാനലിലെ സബ്സ്ക്രൈബർ ആണെങ്കിലും. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത കാര്യത്തിൽ എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറുണ്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഈ പത്രസമ്മേളനം വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ, ഇതൊക്കെ ഒന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. മനാഫ് ഇപ്പൊ പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങള് ഞാൻ ഇതിവിടെ നിർത്തുവാണ്. അതുപോലെ തന്നെ മനാഫിനെ കൊണ്ട് ഇപ്പൊ നമ്മൾ പറയുവാണ് മനാഫ് ഇത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ചെയ്യരുത് എന്ന്. പക്ഷെ സൈബർ അറ്റാക്ക് ചെയ്യരുത് എന്ന് മനാഫ് പറഞ്ഞാലും ഇത് നിർത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അത്രയ്ക്കധികം രോക്ഷം കൊള്ളിക്കുന്ന രീതിയിലാണ്, നമ്മളെയൊക്കെ ഷോക്ക്ഡ് ആക്കുന്ന രീതിയിലാണ് പെട്ടെന്ന് ഒരു ദിവസം ഇവർ ഈ പത്രസമ്മേളനം വിളിച്ച് ഇത്രയും മണിക്കൂറുകൾ ഇരുന്നിട്ട് മനാഫിനെയും മാൽപ്പയെ അടക്കമുള്ള ആളുകളെ കുറ്റം പറയുന്നത്. ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വികാരം ഉണ്ടാവുമല്ലോ, ഒരു ദേഷ്യം. ആ ഒരു ദേഷ്യമാണ് ആ ഒരു ഫാമിലിയുടെ അടുത്ത് വന്നിട്ടുള്ളത്. അത് മാറ്റണമെങ്കിൽ, അതായത് ഇനിയിപ്പൊ നിങ്ങൾ തന്നെ വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഒത്തൊരുമയോടെ സംസാരിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നം തീരുള്ളൂ. അങ്ങനെ തീർക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സൈബർ അറ്റാക്കും കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് വാങ്ങിയിട്ട് കൂട്ടുന്നത്. നിങ്ങൾ തന്നെ ചെയ്ത പ്രവർത്തിക്കാണ് ഇപ്പൊ നിങ്ങൾ സൈബർ അറ്റാക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനാഫ് എന്തായാലും സോറി ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രശ്നങ്ങളാക്കാനോ അവർക്ക് താല്പര്യമില്ല. കാരണം ഇത് മതപരമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് പലരും കൊണ്ടുപോകുന്നത്. ഇത് പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂവിനെ മതപരമായി എടുത്ത് പല പാർട്ടിയിലുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയിട്ട് ഇത് വേറെ രീതിയിലേക്ക് പോയി ഈ അർജുന്റെ വിയോഗത്തിനെ വേറെ രീതിയിലേക്ക് ഒരു ഒരു പ്രാധാന്യം ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകരുത്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെ മനസ്സിലും അർജുന്റെ അമ്മ, അർജുന്റെ അച്ഛൻ, അർജുന്റെ ഭാര്യ, അല്ലെങ്കിൽ അർജുന്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിലയുണ്ടായിരുന്നു. അത് ഈ പത്രസമ്മേളനത്തോടു കൂടി എവിടെയോ അതിനൊരു കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടൊന്ന് മനസ്സിലാക്കാനേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം.